നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ബ്രിട്ടന്റെ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവം വലിയ രീതിയിലുള്ള സംശയങ്ങളിലേക്കും ആശങ്കകളിലേക്കും ഒരുപാട് ദുരൂഹതകളിലേക്കും ഒക്കെ വിരൽ ചൂണ്ടിയിരുന്നു. അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്, ആ കാര്യത്തിലേക്ക് വരാം. ഇന്ധനം കുറവായതിനെ തുടർന്നായിരുന്നു പൈലറ്റ് അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടതും അത്തരത്തിൽ ഇറങ്ങാൻ അനുവാദം നൽകിയതും. തീർച്ചയായിട്ടും നമ്മുടെ സേനകൾ അത് പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് F-35 വിമാനമാണ്. നിലവിൽ മറ്റു ദുരൂഹതകൾ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും ഇതുമായി ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധമാണിപ്പോൾ അരങ്ങേറുന്നത്. ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ പ്രധാനമന്ത്രി എടുത്ത ഒരു തീരുമാനം, ഇറാൻ ഇസ്രായേൽ പോരാട്ടം കടുക്കുന്നതിനിടയിൽ മേഖലയിലെ ഉടനീളം പിന്തുണ നൽകുന്നതിനായി ബ്രിട്ടൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സൈനിക സന്നാഹങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കാനഡയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് 7 മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകരോട് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ആണവായുധം നിർമ്മിക്കുന്നത് തടയുന്നതിനായി ഇസ്രായേൽ തങ്ങളുടെ പഴയ ശത്രുവായ ഇറാന് നേരെ വ്യോമാക്രമണം നടത്തി. ഇറാനും ഇസ്രായേലും മിസൈലുകളും വ്യോമാക്രമണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തി. ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ടു. ഇതിനു പിന്നാലെയായിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുകയാണ്, ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അവിടേക്ക് അയക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. ജെറ്റുകൾ ഉൾപ്പെടെയുള്ള ആസ്തികൾ ഞങ്ങൾ ഈ മേഖലയിലേക്ക് അയക്കുകയാണെന്നും അത് മേഖലയിലെ അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള സഹായത്തിനായിട്ടാണ് മാറ്റുന്നതെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു. ഇറാഖിലെയും സിറിയയിലെയും ഭീഷണികളെ ചെറുക്കുന്നതിനായി ബ്രിട്ടൻ ഇതിനകം മിഡിൽ ഈസ്റ്റിൽ യുദ്ധവിമാനങ്ങളുണ്ട്. എന്നാൽ മേഖലയിലെ സ്ഥിതി വഷളാകുകയാണെന്ന് വ്യക്തമായപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ സൈനികർ വിന്യാസത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമിട്ടു എന്നും പ്രധാനമന്ത്രിയുടെ വക്താവ് വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് താവളങ്ങളിൽ നിന്ന് കൂടുതൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയക്കുമെന്നും ബ്രിട്ടൻ വക്താവും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് ബ്രിട്ടൻ യുദ്ധവിമാനങ്ങൾ മാറ്റുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യയിൽ, അതായത് കേരളത്തിൽ ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത്. പലതരത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ് ഇത് വഴിവെച്ചത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടൻ യുദ്ധവിമാനം വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത് കേരളത്തിലേക്ക് ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നതും ഏറെ ശ്രദ്ധേയം. വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ധനം കുറവായതിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. മറ്റു രീതിയിലുള്ള ആശങ്കകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അനുമതി കിട്ടിയതിനു ശേഷം മാത്രമേ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കൂ. കരസേന വ്യോമസേന മേധാവികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. സുരക്ഷാ പരിശോധന നടത്തുക വ്യോമസേനയുടെ നേതൃത്വത്തിലായിരിക്കും. വിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സൈന്യത്തിന്റെ പരിശോധനകൾ നടന്നതിന് ശേഷമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഇസ്രായേലിന്റെ മൂന്നാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട ഇറാൻ പൈലറ്റിനെ ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വാർത്ത പക്ഷേ ഇസ്രായേൽ സൈന്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിച്ചായ് അദ്രയി പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ മറ്റ് 2 F-35 വിമാനങ്ങൾ കൂടി വെടിവെച്ചിട്ടെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് മൂന്നാമത്തെ വിമാനവും വെടിവെച്ചിട്ടു എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയത്. ടെഹ്റാൻ നഗരത്തിലും പരിസരങ്ങളിലും വ്യോമാക്രമണം നടത്തി 24 മണിക്കൂറിനുള്ളിലായിരുന്നു രണ്ടാമത്തെ ആക്രമണം അരങ്ങേറിയത്. ടെഹ്റാനിലെ 100 കണക്കിന് ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ 3 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇറാന്റെ കെർമൻഷാ പ്രവിശ്യയിലെ സൈനിക താവളത്തിൽ സ്ഫോടനം നടന്നു എന്നതടക്കമുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം, വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇറാൻ കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിയാൽ ടെഹ്റാൻ കത്തിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇറാന് കനത്ത മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കില്ല എന്ന പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു. ഈ വ്യോമ അതിർത്തികളൊക്കെ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബെൻ ഗുരിയോൺ വിമാനത്താവളം അടച്ചിടുകയാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും
ഈ വ്യോമപാതയൊക്കെ അടച്ച് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇരു രാജ്യങ്ങളും ആയിരിക്കുന്നത്. യുദ്ധം ഏത് രീതിയിൽ അവസാനിക്കും, അല്ലെങ്കിൽ ഈ പോരാട്ടം എവിടെ ചെന്ന് കലാശിക്കും എന്ന ആശങ്കയാണ് നിലവിൽ ഉടലെടുക്കുന്നത്. ടെൽ അവീവ് നഗരത്തിന് പുറത്താണ് മധ്യ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. നേരത്തെ പലപ്പോഴായി ഈ വിമാനത്താവളത്തിന് അരികിലൊക്കെ ആക്രമണങ്ങൾ ശക്തമായിരുന്നു. അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും വലിയ രീതിയിലുള്ള വില നൽകേണ്ടി വരും, അല്ലെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ ഇത്തരത്തിൽ കനത്ത മുന്നറിയിപ്പ്, അതായത് ഇസ്രായേലിനെ സഹായിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കാണ്. ഇസ്രായേലിന് മറ്റു രാജ്യങ്ങൾ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ സൈനിക നടപടികൾ ഇറാൻ ശക്തമാക്കുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ഇറാനിയൻ മിസൈലുകൾ തകർക്കാൻ US സഹായിച്ചതായുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതേസമയം യുദ്ധം കനക്കുന്നതിനിടയിൽ സമാധാന ആഹ്വാനവുമായി ലിയോ 14 മാർപ്പാപ്പ. ഇസ്രായേലും ഇറാനും ഉത്തരവാദിത്തത്തോടെ യുക്തിയോടെ പെരുമാറണം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ടെഹ്റാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ നഗരം വിടുന്നു എന്നതടക്കമുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ജമ്മു കശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ സഹായം അഭ്യർത്ഥിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തെഴുതിയിരുന്നു. ടെഹ്റാൻ നഗരത്തിൽ വ്യാപകമായി വ്യോമാക്രമണ സൈറണുകൾ കേട്ടതായും ഭൂചലനം ഉണ്ടായി എന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. തീർച്ചയായിട്ടും കനത്ത പോരാട്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ എത്രമാത്രം തീവ്രമായിരിക്കും അവസ്ഥയെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരാടുകയാണ്. അതായത് ആണവ കോട്ട തകർത്ത് ഇസ്രായേൽ മുന്നേറുമ്പോൾ ഇറാൻ അതിന് തക്കതായ മറുപടി തിരിച്ചു നൽകുകയാണ്. കനത്ത പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നു. അവർ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നു. പോരാട്ടം ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കും എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വ്യോമപാത അടച്ചതോടെ വിമാനങ്ങൾ വൈകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ പരിശോധിക്കണമെന്നും ഇൻഡിഗോയുടെ മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച എയർ ഇന്ത്യയുടെ 16 ദീർഘദൂര വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ചിലതിനെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യമുണ്ടായി. സർവീസുകൾ റദ്ദാക്കിയതായി UAE കമ്പനികൾ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ, റഷ്യ, അസർബൈജാൻ, ജോർദാൻ, ഇറാഖ്, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന കൂടി ഏറെ നിർണായകമായി മാറുന്നു. ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ, അതായത് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ US-ന് ഒരു പങ്കുമില്ലെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ പിന്തുണച്ചാൽ, ഇസ്രായേലിനൊരു സഹായം നൽകിയാൽ ഈ ഒരു പോരാട്ടത്തിൽ അവരും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇറാന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയാൽ ഇതുവരെ കാണാത്ത രീതിയിൽ US സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും കരുത്തും പ്രയോഗിച്ച് തിരിച്ചടിക്കുമെന്നാണ് ട്രംപിന്റെ വീരവാദം. മാത്രമല്ല, ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇറാനെയും ഇസ്രായേലിനെയും ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ച് ഈ രക്തരൂഷിത യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും വളരെ എളുപ്പത്തിൽ US-ന് കഴിയുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ലോക നേതാക്കളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇടപെട്ട് ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അതിന് അകലെയാണോ, ആ ഒരു സാധ്യതയൊക്കെ അകലെയാണോ എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട്. നേരത്തെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലും മിസൈൽ കേന്ദ്രങ്ങളിലും ആയുധ സംഭരണശാലകളിലും ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇതിന് തിരിച്ചടിയായി ടെൽ അവീവ് അടക്കമുള്ള ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാനും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ അയച്ച 7 ഡ്രോണുകൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇരു രാജ്യങ്ങളുമായി ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ ഗാസയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഗാസയുടെ സ്ഥിതി പരിതാപകരമാണ്. എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം കൂടി ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ, അസമാധാനത്തിൻ്റെ മണിക്കൂറുകളിൽ കൂടി കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. അതേസമയം
ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യക്കാർ വളരെ ജാഗ്രതയോടെ ആയിരിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും മാത്രമല്ല എംബസികൾ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ അതേപടി പാലിക്കാൻ തയ്യാറാകണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുരക്ഷിതരായിരിക്കുക.